ഏലിയ ഒന്നാം വ്യാഴം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 37 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ദൈവരാജ്യത്തിന്റെ ആഗമനം. 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം ലഭിച്ചതിൽ അത്ഭുതപ്പെട്ട് എപ്പോഴാണ് ദൈവരാജ്യത്തിന്റെ ആഗമനം എന്ന് ഫരിസേയർ അന്വേഷിക്കുന്നു. യേശുവിന്റെ പ്രവൃത്തികളും പ്രബോധനവും അവന്റെ സ്വന്തമല്ല, അവനെ അയച്ച പിതാവിന്റെ ഇഷ്ടം തന്നെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാം വാക്യം. ദൈവരാജ്യത്തിന്റെ ഉദ്ഘാടനം അവിടെ ആരംഭിക്കുന്നു. എന്നാൽ ദൈവരാജ്യം സംസ്ഥാപിതം ഇനിയും പൂർത്തിയായിട്ടില്ല. അത് വന്നു കഴിഞ്ഞു, എന്നാൽ പൂർത്തിയായിട്ടില്ല. അത് നമ്മിലൂടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ ഈ ഇരുമുഖ സ്വഭാവം ലേഖനത്തിൽ ഉടനീളം വെളിപാടിന്റെ പുസ്തകത്തിലും നാം കാണുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 25-ാം വാക്യം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 25-ാം വാക്യം, വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യുഗാന്ത്യത്തിൽ അവന്റെ 2-ാം വരവോടുകൂടിയാണ് അത് പൂർത്തിയാകുക. ഇതാ അവിടെ, അതാ ഇവിടെ എന്ന് സത്യം തന്നെയാണ്. യേശുവിനെയും അവന്റെ മൂല്യങ്ങളെയും സ്വീകരിച്ചിടത്തെല്ലാം സ്വർഗരാജ്യമുണ്ട്. ദൈവരാജ്യത്തിന്റെ എതിർമൂല്യങ്ങൾ ഏറെ ആകർഷകമായിരിക്കും. എന്നാൽ അതിൽ വീണുപോകരുത്, അനുഗമിക്കുകയും അരുത്. നോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും എതിർമൂല്യങ്ങളിൽ മുഴുകി ജീവിച്ച സകല മനുഷ്യരും കഠിനമായി ശിക്ഷിക്കപ്പെട്ടു. ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തോടെ ഇപ്രകാരം തന്നെ അവനെ അനുഗമിക്കാത്തവരുടെയെല്ലാം സ്ഥിതി ഇതിലും ദയനീയമായിരിക്കും. അതിനാൽ ലോകരാജ്യ മൂല്യങ്ങൾക്ക് അനുസൃതമായി ഈ ലോകത്തിന്റെ ഇംഗതിക്കനുസരിച്ച് സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർക്ക് സ്വന്തമാക്കിയ ജീവൻ നഷ്ടമാകും. എന്നാൽ ലോകത്തിന്റെ വഴികളിൽ പിന്തുടരാതിരുന്നാൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നവർ വിധിനാളിൽ അത് വീണ്ടെടുക്കും.